വഖഫ് ബിൽ ഇങ്ങനെ വളരെ വലിയ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന് പറയുമ്പോൾ വഖഫ് ബില്ല് വലിയ രീതിയിൽ ഇങ്ങനെ ചർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വരുന്ന മറ്റൊരു ചർച്ച എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ ചർച്ചയിൽ പ്രസംഗിക്കാത്തത് എന്നുള്ളതാണ്. രാജ്യം ഉറ്റുനോക്കിയ ഒരു ഡിബേറ്റ് ലോകസഭയിൽ നടന്നപ്പോൾ പ്രിയങ്കയുടെയും രാഹുലിന്റെയും അസാന്നിധ്യം, രാഹുലിന്റെ പ്രസംഗത്തിൽ നിന്ന് രാഹുൽ മാറി നിശബ്ദമായി നിന്നതെല്ലാം ചർച്ചയ്ക്ക് വരികയാണ്. ഈ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങളിൽ നിശബ്ദമാകുന്നത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു മാസം മുമ്പ് രാജസ്ഥാനിൽ ഒരു കുട്ടിയെ, ഒരു നവജാത ശിശുവിനെ പോലീസുകാർ ബൂട്ടിട്ട് ചവിട്ടിക്കൊന്ന വിഷയത്തിൽ ആകെ അന്ന് വൃന്ദ കാരാട്ട് മാത്രമാണ് അവിടെ ചെന്ന് ആ വിഷയത്തിൽ ആ കുടുംബത്തിനൊപ്പം നിന്നിട്ടുണ്ടായിരുന്നത്. ഗുജറാത്ത് PCC, രാജസ്ഥാനിലെ PCCയോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന വിങ്ങുകളോ, എന്തിനേറെ രാഹുൽ ഗാന്ധി പോലും അതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയോ ഒന്ന് അപലപിക്കുകയോ ചെയ്തില്ല. ഗുജറാത്ത് കലാപത്തിൽ എഹ്സാൻ ജഫ്രി മരിച്ച ദിവസം വന്നപ്പോൾ കോൺഗ്രസിന്റെ MP ആയിരുന്ന എഹ്സാൻ ജഫ്രിയെ കുറിച്ച് ഓർക്കാൻ ഒരു കോൺഗ്രസ് മാധ്യമ പ്രവർത്തകരോ ഗുജറാത്തിന്റെ PCCയോ ഇല്ലാതെ നിശബ്ദമായിരുന്നു. മുസ്ലിം വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കാൻ ഒരു മടി കാണിക്കുന്നുണ്ടോ? മുസ്ലിംസിനെതിരെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി വല്ലാതെ മുസ്ലിം വൽക്കരിക്കപ്പെടും എന്നുള്ള ഒരു ഭയമാണോ കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ സൈലന്റ് ആവാൻ, നിശബ്ദമാകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ നാടിന്റെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമകാലിക പ്രശ്നത്തിൽ 2014 ശേഷം ഇന്ത്യയിൽ ദളിത്, മുസ്ലിം, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക്, അടിച്ചമർത്തലുകൾക്ക്, അരികുവൽക്കരണങ്ങൾക്ക് കോൺഗ്രസ് പോലെയുള്ള ഒരു ജനാധിപത്യ പാർട്ടി ഇത്തരത്തിൽ നിശബ്ദമാകുന്നത് ഈ നാടിന് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ് എന്ന് പറയാതെ വയ്യ. നോക്കൂ നിങ്ങൾ, ഇന്നലെ പാർട്ടി കോൺഗ്രസ് മധുരയിൽ CPM-ന്റെ നടന്നപ്പോൾ പലസ്തീനിന് വലിയ രീതിയിലുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള മുഖ്യമന്ത്രി അടക്കം, പ്രകാശ് കാരാട്ട് അടക്കം, സ്റ്റാലിൻ അടക്കമുള്ള ഇന്ത്യയിലെ മുതിർന്ന നേതാക്കൾ മുഴുവൻ മുസ്ലിംസിന്റെ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന കഫിയ ധരിച്ചു നിൽക്കുന്ന ഒരു ചിത്രം. അത്തരത്തിലൊക്കെ ആ ഒരു സമുദായത്തിനോട്, ന്യൂനപക്ഷങ്ങളോട്, ദളിതരോട്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളോട് ഈ നാട്ടിലെ മതേതരത്വം പറയുന്ന പാർട്ടികൾ വലിയ രീതിയിലുള്ള അനുകമ്പ, മൃദു സമീപനങ്ങൾ കാണിക്കേണ്ട സമയത്താണ് കോൺഗ്രസ് നേതൃത്വം വലിയ രീതിയിൽ നിശബ്ദമായി പോകുന്നത് എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിലെ വോട്ടുകൾക്ക് ഇലക്ട്രൽ ആ ഒരു സമ്പ്രദായത്തിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയമാണ് കോൺഗ്രസിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് എന്ന് പറയാതെ വയ്യ. കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കി, കൃത്യമായ രീതിയിലുള്ള കൺവിൻസിങ്ങുകൾ നടത്തി, കൃത്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഉത്തരേന്ത്യയിലെ ഹിന്ദി ഹൃദയഭൂമിയിലെ അവിടുത്തെ വേരോട്ടം ശക്തമാക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ നാട് കാണുന്ന വലിയ രീതിയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിശബ്ദമായിരുന്ന് മുസ്ലിം പാർട്ടിയായി കോൺഗ്രസിനെ മുദ്ര കുത്തുമോ എന്നുള്ളത് വലിയ രീതിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.